അളക്കർ സ്വാമി ജീവസമാധിയാണ് കാണുന്നത്. അപ്പം അതിൻ്റെ മുകളിൽ ശിവൻ്റെ പ്രതിഷ്ഠ ചെയ്തിരിക്കുകയാണ്. ഇതാണ് ഈ അളക്കർ സ്വാമി എന്ന് പറയുന്ന ദിവ്യനായിട്ടുള്ള സന്യാസി. അദ്ദേഹത്തിൻ്റെ പ്രതിമകൾ ഇവിടെ ഉണ്ട്. മാസാണിയമ്മൻ കോവിലിനടുത്ത് വരുമ്പോൾ ഇവിടെ ഒരു ജീവസമാധി ഉണ്ട്. ഇവിടെ വരുന്നവർക്ക് ഇവിടെ വേണമെങ്കിൽ വന്ന് ഇവിടെ പോവാം. ഇവിടെ ഒരു മെഡിറ്റേഷൻ ഹാളുണ്ട്. പിന്നെ ഇതിൻ്റെ ജീവസമാധി ഉണ്ട്. അത് കാണുന്നതാണ് ജീവസമാധി. അവിടെയാണ് ജീവസമാധി. വളരെ ശാന്തസുന്ദരമായൊരു ഗ്രാമപ്രദേശമാണ്. അളുക്കു സിദ്ധർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇവിടെ സമാധിയിലിരിക്കുന്ന ആൾ ജീവസമാധിയാണ് കുറേ കാണുന്നത്. ഈ അളുക്കു സിദ്ധരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അദ്ദേഹത്തിന് ഒരു അസാമാന്യമായ കഴിവുകളുള്ള ഒരാളാണെന്ന് പറയുന്നത്. അദ്ദേഹം ഇവിടെ കിടന്നുറങ്ങി കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈകാലുകളൊക്കെ വേറെ വേറെ ആയിരിക്കും. ബോഡി വേറെ, കാല് വേറെ, കൈ വേറെ, അങ്ങനത്തെ അവസ്ഥയിലാണ് അദ്ദേഹം രാവിലെ എഴുന്നേൽക്കാമെന്ന് പറയുന്നത്. എഴുന്നേറ്റ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കൂടിച്ചേരും എന്ന് പറയുന്നു. ഇവിടെ ഒരാൾ പറഞ്ഞതാണ്. എത്രത്തോളം വിശ്വാസയോഗ്യമാണ് എന്നുള്ളത് അറിഞ്ഞുകൂടാ. എനിവേ, സിദ്ധന്മാരായ ആൾക്കാർക്ക് അങ്ങനെയെല്ലാം സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എത്രത്തോളം അത് ലോജിക്കായിട്ട് ചിന്തിക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റും എന്നുള്ളതാണ് വേറെ ചോദ്യം. എനിവേ, ഇവിടെ നിന്ന് കിട്ടിയ അറിവ് ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവസമാധിയാണ്. ഇവിടെ ഞാൻ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. മാസാണിയമ്മൻ കോവിലിൽ വരുമ്പോൾ ഇവിടെയും വരാറുണ്ട്. ഇത് നമ്മുടെ പൊള്ളാച്ചിയിൽ നിന്ന് മാസാണിയമ്മൻ കോവിലിലേക്ക് വന്നിട്ട് അവിടെ നിന്നൊരു 2 കിലോമീറ്റർ കൂടി പോകണം. അതായത് ആനമലൈ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെയാണ്. ഇവിടെ നിന്ന് 22 കിലോമീറ്റർ പോയാൽ നമ്മുടെ ഫോറസ്റ്റ് ഏരിയ ആയി. അവിടെ ആന ഒക്കെ ഉള്ള സ്ഥലത്തിലേക്ക് ഇവിടെ 22 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ ഇവിടെ മാസാണിയമ്മൻ കോവിലിൽ വരുന്നവർക്ക് ഇവിടെയും കൂടി വേണമെങ്കിൽ വന്ന് ഇവിടെ കുറച്ച് ധ്യാനം ചെയ്യാനൊക്കെ സാധിക്കും.